മാഫിയ സംഘം കൊലപ്പെടുത്തിയ വൈദികനെ അനുസ്മരിച്ച് ഫ്രാൻസിസ് പാപ്പ. പ്രാദേശിക സമൂഹത്തിന്റെ വികസനത്തിനും സമാധാനത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ച് ഒടുവിൽ മാഫിയയുടെ ഇരയായ ഇറ്റാലിയൻ വൈദികൻ ഫാദർ ഗ്യൂസെപ്പെ ഡയാനയെ അനുസ്മരിച്ച് ഫ്രാൻസിസ് പാപ്പ. വൈദികൻ കൊല്ലപ്പെട്ടതിന്റെ 30ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഇറ്റലിയിലെ അവേർസ രൂപതയുടെ അധ്യക്ഷൻ ബിഷപ്പ് ആഞ്ചലോ സ്പിനില്ലോയ്ക്ക് അയച്ച കത്തിലാണ് 36ാം വയസ്സിൽ രക്തസാക്ഷിയായ വൈദികനെ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരിച്ചത്. തന്റെ ജനതയുടെ ബുദ്ധിമുട്ടുകളിലും വെല്ലുവിളികളിലും പ്രവാചകനെ പോലെ പ്രവർത്തിച്ച അദ്ദേഹം സ്വന്തം അസ്തിത്വത്തെ മറന്ന് ജീവത്യാഗം ചെയ്യുകയായിരുന്നുവെന്ന് പാപ്പ പറഞ്ഞു. തിന്മയുടെയും എല്ലാത്തരം ദ്രോഹപരമായ അടിച്ചമർത്തലുകളുടെയും നുകത്തിൽ നിന്നും മുക്തമായ ഒരു ലോകം കെട്ടിപ്പടുക്കുക എന്നതിനെ അടിസ്ഥാനമാക്കിയായിരുന്നു വൈദികന്റെ ഇടപെടലെന്ന് പാപ്പ അനുസ്മരിച്ചു. ഇറ്റലിയിലെ കമ്പാനിയ മേഖല കേന്ദ്രമാക്കിയ കമോറ മാഫിയ സംഘം പ്രദേശത്ത് വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ ലഹരി വിൽപ്പന സിൻഡിക്കറ്റായിരുന്നു കമോറ ഗൂഢസംഘം. മയക്കുമരുന്ന് കടത്ത്, റാക്കറ്റിംഗ്, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയും ആക്രമണങ്ങളും കമോറ തുടർന്നിരുന്നു. 1980കളിൽ മാഫിയ നടത്തിക്കൊണ്ടിരുന്ന റിക്രൂട്ട്മെന്റിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി കമ്പാനിയിലെത്തുന്ന ആഫ്രിക്കൻ കുടിയേറ്റക്കാർക്കായി ഫാദർ ഗ്യൂസെപ്പെ ഒരു കേന്ദ്രം സ്ഥാപിച്ചിരുന്നു. 1991 ക്രിസ്തുമസ് ദിനത്തിൽ തന്റെ ഇടവകക്കാരെ കമോറ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം ഒരു കത്ത് പ്രസിദ്ധീകരിച്ചു. എന്റെ ജനങ്ങളുടെ സ്നേഹത്തിനായി ഞാൻ നിശബ്ദനായിരിക്കില്ല എന്ന തലക്കെട്ടിലുള്ള കത്തിലൂടെ കമോറയുടെ ഭരണത്തെ ചെറുക്കാൻ അദ്ദേഹം സഭയോട് ആഹ്വാനം ചെയ്തു. പ്രദേശത്തെ കൊള്ളയടിക്കൽ, അനധികൃത മയക്കുമരുന്ന് കടത്ത് എന്നിവ വഴി ക്രിമിനൽ സംഘടന ഉയർത്തിയ വലിയ വെല്ലുവിളി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അദ്ദേഹത്തിന്റെ ശക്തമായ നിലപാടുകളും ജനത്തിന്റെ ക്ഷേമത്തിനു വേണ്ടിയുള്ള പ്രവർത്തനവും കമോറയെ ചൊടിപ്പിച്ചിരുന്നു. 1994 മാർച്ച് 19 വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ഒരുങ്ങുന്നതിനിടെ കമോറ മാഫിയ സംഘം വൈദികന് നേരെ നിറയൊഴുക്കിയായിരുന്നു. തലയ്ക്ക് നേരെയായിരുന്നു വെടിവയ്പ്. ഫാദർ ഗ്യൂസെപ്പയുടെ നാമകരണ നടപടികൾക്ക് അവേർസ രൂപത തുടക്കം കുറിച്ചിട്ടുണ്ട്.